എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എത്ര അതിമനോഹരമായ ദൈവത്തിന് വചനം. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവിൻ എന്നാണ് ഒരു സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. യഹോവയ്ക്ക് മാത്രമേ ആരാധന കഴിക്കാവൂ എന്നാണ് ഒരു സങ്കീർത്തനക്കാരൻ പറയുന്നത്. കാരണം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്ന ദൈവമാണ്. ഓരോ നിമിഷവും ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഇവിടെ സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിൽ ദൈവം പലവിധമായ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കാരണം പറയാണ്, യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവാൻ അവൻ അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഏത് കഷ്ടത്തിലായിക്കോട്ടെ, പ്രയാസത്തിലായിക്കോട്ടെ, ഏത് സാഹചര്യമായിക്കോട്ടെ, അതിൽ മധ്യയിലൊക്കെയും നമ്മൾ ദൈവത്തിനെ പാടി സ്തുതിക്കണം. നമ്മൾ യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പാട്ട് എഴുതി അത് ട്യൂൺ ചെയ്ത് പാടുവാനല്ല ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നമ്മൾ സ്തുതി എന്ന യാഗം ദൈവത്തെ അർപ്പിക്കുമ്പോൾ അത് ദൈവത്തിന് ഒരു കീർത്തനമാണ്, അത് സ്തോത്രമെന്ന യാഗമാണ്, ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവത്തിന്റെ ചുറ്റും ദൂതന്മാർ, 6 ചിറകുള്ള ദൂതന്മാർ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽപാദം മൂടി, 2 കൊണ്ട് ചിറകടിച്ച് ഉയർന്ന് ദൈവത്തിന് മഹത്വം ചെയ്തുകൊണ്ടിരിക്കാൻ. ഹല്ലേലൂയ. സ്തുതിയുടെ യാഗം അവിടെ അർപ്പിച്ചുകൊണ്ടിരിക്കുക, അതൊരു പാട്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ചില ഭക്തന്മാർക്ക് ദൈവം കൊടുത്ത കൃപയാണ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ എഴുതുന്ന ഓരോ ഗാനങ്ങളും. ഹല്ലേലൂയ.